നാമത്തിന് മഹത്വം ഉണ്ടാവട്ടെ. വർത്തമാന ശബ്ദ കൂട്ടായ്മയിലെ എല്ലാ ദൈവമക്കൾക്കും ക്രിസ്തുയേശുവിൽ എൻ്റെ സ്നേഹവന്ദനത്തെ അറിയിക്കുന്നു. ഈ നല്ല വെള്ളിയാഴ്ച ദിവസം ഈ കൂട്ടായ്മയിലെ പ്രിയ ദൈവമക്കളോടൊരുമിച്ച് കർത്താവിൻ്റെ മൊഴികളെ ധ്യാനിക്കുവാൻ എൻ്റെ ജീവിതത്തിൽ കർത്താവ് ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് നന്ദി പറയുന്നു. യേശു കർത്താവ് തൻ്റെ ക്രൂശീകരണ സമയത്ത് മൊഴിഞ്ഞ 7 മൊഴികൾ നാം ഇന്ന് ധ്യാനിക്കുമ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ വളരെ ചിന്തിക്കേണ്ടതും പ്രാധാന്യം നൽകേണ്ടതുമാണ് യേശു കർത്താവിൻ്റെ ക്രൂശിലെ 3-ാമത്തെ മൊഴി. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-27 വാക്യങ്ങളിലാണ് 3-ാമത്തെ മൊഴിയെക്കുറിച്ച് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. 7 മൊഴികളിൽ ഏറ്റവും അധികം മാനുഷിക ഭാവമുള്ള ഒന്നാണ് 3-ാമത്തെ മൊഴി. മറ്റു മൊഴികളിൽ നിന്ന് വ്യത്യസ്തമായി ഈ മൊഴിയിലൂടെ നമ്മുടെ യേശു കർത്താവ് കുടുംബത്തോടും പ്രിയപ്പെട്ടവരോടും സംസാരിക്കുന്നു. കുടുംബ ബന്ധത്തെയും സ്നേഹബന്ധങ്ങളെയും കുറിച്ചുള്ള വലിയൊരു സന്ദേശമാണ് യേശു ക്രിസ്തു ഈ 3-ാം മൊഴിയിലൂടെ നമുക്ക് നൽകുന്നത്. വേദഭാഗം വായിക്കാം. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 26-27. യേശു തൻ്റെ അമ്മയും താൻ സ്നേഹിച്ച ശിഷ്യനും നിൽക്കുന്നത് കണ്ടിട്ട്, സ്ത്രീയെ, ഇതാ നിൻ്റെ മകൻ എന്ന് അമ്മയോട് പറഞ്ഞു. പിന്നെ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്നും പറഞ്ഞു. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. വാക്യത്തിൻ്റെ 1-ാം ഭാഗത്ത് നമുക്ക് കാണുവാൻ കഴിയുന്നത്, മകൻ നഷ്ടപ്പെടുന്ന വേദനയിൽ നിൽക്കുന്ന തൻ്റെ അമ്മയ്ക്ക് ആ വേദനയുടെ ആ പ്രയാസത്തിൻ്റെ നടുവിലും തനിക്ക് പകരമായ ഒരു മകനെ നൽകുന്ന യേശുവിനെയാണ് നമുക്ക് കാണുവാനായിട്ട് കഴിയുന്നത്. യോഹന്നാൻ്റെ സുവിശേഷം 19-ാം അധ്യായം 1 മുതൽ നാം വായിക്കും. വളരെ വേദനകൾ യേശു സഹിച്ചു എന്ന് കാണുവാൻ കഴിയുന്നു. വേദനയുടെ മധ്യത്തിലും കരുതുന്ന ഒരു യേശു കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായി കഴിയുന്നത്. ഒന്ന് നഷ്ടപ്പെടുമ്പോൾ മറ്റൊരു നന്മയെ നൽകി അനുഗ്രഹിക്കുന്ന ഒരു യേശു കർത്താവ്. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ നഷ്ടപ്പെടുന്ന അവസ്ഥ വളരെ വേദനാജനകമാണ്. ആ വേദന അനുഭവിക്കുന്ന തൻ്റെ അമ്മയ്ക്ക് ഒരു മകനെ നൽകിയാണ് യേശു കർത്താവ് തൻ്റെ പ്രാണൻ വെടിഞ്ഞത്. കുടുംബ ബന്ധത്തിന് വളരെയേറെ പ്രാധാന്യം നൽകുന്ന യേശു കർത്താവിനെയാണ് നമുക്ക് ഇവിടെ കാണുവാനായിട്ട് കഴിയുന്നത്. ഇവിടെ തൻ്റെ അമ്മയ്ക്ക് സ്നേഹിക്കുവാനും അമ്മയെ സ്നേഹിക്കുവാനും തൻ്റെ ശിഷ്യനെ മകനായി നൽകുകയാണ് യേശു കർത്താവ്. ക്രൂശിലെ വേദനയുടെ നടുവിലും തൻ്റെ അമ്മയോടുള്ള കരുതലാണ് നമുക്ക് കാണുവാൻ കഴിയുന്നത്. തൻ്റെ വേദനയേക്കാൾ അധികം അമ്മയുടെ ഒറ്റപ്പെടലാണ് യേശു കർത്താവ് ഇവിടെ മനസ്സിലാക്കുന്നത്. അമ്മ അനാഥത്വം അനുഭവിക്കരുത്, അമ്മ ഒറ്റപ്പെടരുത്, അമ്മ തനിച്ചാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരു മകനെയാണ് നമുക്ക് യേശു കർത്താവിലൂടെ കാണുവാനായിട്ട് കഴിയുന്നത്. വീണ്ടും വായിക്കുമ്പോൾ ശിഷ്യനോട്, ഇതാ നിൻ്റെ അമ്മ എന്ന് പറഞ്ഞ് തൻ്റെ അമ്മയെ തൻ്റെ പ്രിയ ശിഷ്യനായ യോഹന്നാൻ്റെ കയ്യിൽ ഏൽപ്പിക്കുകയാണ്. ക്രൂശിലെ കഠിനമായ വേദനയിലും മാനുഷികമായിട്ട് സ്വന്തം വേദനയെക്കുറിച്ച് മാത്രമേ ചിന്തിക്കാൻ സാധ്യതയുള്ളൂ. നമ്മുടെയും പല സാഹചര്യങ്ങളും നമ്മെക്കുറിച്ച് മാത്രം, നമ്മുടെ വേദനയെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ടാവും. എന്നാൽ യേശു കർത്താവ് ഈ ഭയങ്കരമായ ഈ വേദനയുടെ നടുവിലും തൻ്റെ അമ്മ ഒറ്റപ്പെട്ടു പോകരുത് എന്നാണ് ആഗ്രഹിക്കുന്നത്. മാതാപിതാക്കൾക്ക് നാം നൽകേണ്ട കരുതലും സംരക്ഷണവും എത്രത്തോളം വലുതാണ് എന്നാണ് യേശു കർത്താവ് ഈ മൊഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കി തരുന്നത്. തിരുവചനം നാം വായിക്കുമ്പോഴെല്ലാം ശിഷ്യന്മാരും വലിയ ജനക്കൂട്ടം അവനോടൊപ്പം എപ്പോഴും ഉണ്ടായിരുന്നു. എന്നാൽ താൻ അനുഭവിക്കുന്ന പീഡനത്തിൻ്റെ സമയത്ത് ശിഷ്യന്മാരെല്ലാം മാറി നിൽക്കുമ്പോഴും താൻ സ്നേഹിച്ച ശിഷ്യനായ യോഹന്നാനെ മാത്രമാണ് യേശു കർത്താവ് അവിടെ കാണുന്നത്. എല്ലാവരും തള്ളിപ്പറഞ്ഞ് മാറി നിന്നപ്പോഴും വിശ്വസ്തയോടെ അന്ത്യത്തോളം കൂടെ നിന്നതിന് യേശു കർത്താവ് തൻ്റെ അമ്മയെ അവനെ ഏൽപ്പിക്കുകയാണ്. തനിക്ക് ഈ ഭൂമിയിൽ ബാക്കിയുള്ളത് അമ്മ മാത്രമായിരുന്നു. യേശു കർത്താവ് അമ്മയെ ആ ശിഷ്യനെ ഏൽപ്പിച്ചിട്ടാണ് അവിടെ മരണത്തിനെ ഏൽപ്പിച്ചു കൊടുക്കുന്നത് തന്നെ. ഏതു പ്രശ്നത്തിൻ്റെ മധ്യത്തിലും വിശ്വസ്തയോടെ കർത്താവിനെ തള്ളിപ്പറയാൻ നിന്നാൽ പ്രതിഫലം നമ്മുടെ ഓരോരുത്തരുടെയും ജീവിതത്തിൽ നിശ്ചയമായും ദൈവം നൽകും. വിശ്വസ്തയോടെ നിന്നാൽ നമ്മെ കാണുന്ന ഒരു യേശു കർത്താവിനെയാണ് നമുക്ക് ഈ ഭാഗത്തിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. ആ നാഴിക മുതൽ ആ ശിഷ്യൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു. യോഹന്നാനെ അമ്മയെ ഏൽപ്പിച്ച ആ നാഴികയിൽ തന്നെ യോഹന്നാൻ അവളെ തൻ്റെ വീട്ടിൽ കൈക്കൊണ്ടു എന്നാണ് നമുക്ക് വചനത്തിലൂടെ വായിക്കുവാനായിട്ട് മനസ്സിലാക്കുവാനായിട്ടും കഴിയുന്നത്. യേശുവിൻ്റെ വാക്ക് കേട്ട ഉടനെ യോഹന്നാൻ അത് അനുസരിച്ചു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. ദൈവത്തിൻ്റെ ഇഷ്ടം അതെന്തായാലും ദൈവത്തിൻ്റെ
അതനുസരിക്കുവാൻ നമ്മുടെ ജീവിതത്തെ തന്നെ നാം ദൈവത്തിൻ്റെ സന്നിധിയിൽ സമർപ്പിക്കേണ്ടത് ആവശ്യമാണ്. അതിനൊരിക്കലും ഒരു താമസം വയ്ക്കരുതെന്നാണ് ഈ 3-ാം മൊഴിയിലൂടെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. യേശു കർത്താവിനും മുന്നിൽ അധികം സമയമില്ല എന്ന് താൻ മനസ്സിലാക്കിയപ്പോൾ തന്നെ അമ്മയെ തൻ്റെ ശിഷ്യനെ ഏൽപ്പിച്ചു. ശിഷ്യനും അതേ നിമിഷം തന്നെ ആ അമ്മയെ ഏറ്റെടുക്കുകയും ചെയ്തു എന്ന് നമുക്ക് കാണാം. സമയം തക്കത്തിൽ ഉപയോഗിക്കുവാനാണ് യേശു കർത്താവ് ഈ ഭാഗത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുന്നത്. യേശു കർത്താവിൻ്റെ ക്രൂശീകരണത്തെ ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിനും ഒരു രൂപാന്തരത്തിൻ്റെ ദിവസങ്ങളായി തീരട്ടെ. വേദനയുടെ നടുവിൽ കരുതുന്ന യേശു കർത്താവ്, നഷ്ടപ്പെടലിൻ്റെ മധ്യത്തിൽ വഴിയൊരുക്കി അനുഗ്രഹിക്കുന്ന യേശു കർത്താവ്, വിശ്വസ്തയോടെ നിൽക്കുമ്പോൾ നമ്മെ മാനിക്കുന്ന യേശു കർത്താവിനെയാണ് നമുക്ക് ഇവിടെയൊക്കെയും കാണുവാനായിട്ട് കഴിയുന്നത്. ആ യേശു കർത്താവ് നമുക്ക് വേണ്ടി ജനിച്ചു, മരിച്ചു, ഉയർത്തെഴുന്നേറ്റു. ആ സുവിശേഷത്തിൽ വിശ്വസിക്കുന്ന ജീവിതമാവണം നമ്മുടേത്. നമ്മുടെ പാപങ്ങൾക്ക് വേണ്ടി പാപമില്ലാത്ത യേശു ക്രിസ്തു ക്രൂശിൽ വളരെ പീഡനമേറ്റു മരിച്ചു. രക്ഷയുടെ ഒരു സുവിശേഷമാണ് നമുക്ക് ആ ക്രൂശീകരണത്തിലൂടെ യേശു കർത്താവ് കാണിച്ചു തരുന്നത്. നമ്മുടെ ജീവിതങ്ങളിലും ഉയർപ്പിൻ്റെ ഒരു പുതിയ അനുഭവം ഉണ്ടാവട്ടെ. പഴയ മനുഷ്യരിൽ നിന്നും പുതിയ തീരുമാനങ്ങളോടെ പാപങ്ങളെ വെടിഞ്ഞ് യേശു കർത്താവിനെ സ്നേഹിക്കുന്ന ഒരു പുതിയ വ്യക്തിത്വത്തിന് ഉടമകളാകുവാനായിട്ട് നമുക്ക് കഴിയട്ടെ. നാം വിശ്വസിക്കുന്ന യേശു കർത്താവ് ഏത് പ്രതികൂലത്തിൻ്റെ മധ്യത്തിലും നമുക്ക് വേണ്ടി കരുതുന്ന കർത്താവാണ്. ഒരിക്കലും നമ്മെ വേദനയുടെ മധ്യത്തിൽ അവൻ കരുതാതിരിക്കില്ല. നമ്മെ അനാഥനായി വിടുന്ന ദൈവമല്ല നമ്മുടെ ദൈവം. ഗോൽഗോഥാ മലയുടെ ഉന്നതങ്ങളിൽ പ്രാണൻ പോകുന്ന വേദനയിൽ തൻ്റെ മാതാവിന് കരുതൽ ഒരുക്കാതിരുന്നില്ല യേശു കർത്താവ്. അപ്പോൾ ഈ യേശു കർത്താവിലാണ് നാം വിശ്വസിക്കുകയും ആശ്രയിക്കുകയും ഒക്കെയും ചെയ്യുന്നത്. അപ്പം നമുക്ക് വേണ്ടിയിട്ടും സകലവും കരുതുന്ന ഒരു യേശു കർത്താവിനെയാണ് നമുക്ക് ഈ 3-ാം മൊഴിയിലൂടെ മനസ്സിലാക്കുവാനായിട്ട് കഴിയുന്നത്. എഫേസ്യർ 6-ാം അധ്യായത്തിൻ്റെ 2-3 വാക്യങ്ങൾ നാം വായിക്കുമ്പോൾ, നിനക്ക് നന്മ ഉണ്ടാകുവാനും നീ ദീർഘായുസ്സോടിരിപ്പാനും അപ്പനെയും അമ്മയെയും ബഹുമാനിക്കുക എന്നത് വാഗ്ദത്തത്തോടു കൂടിയ ആദ്യ കൽപ്പനയാകുന്നു എന്ന് നമുക്ക് കാണുവാൻ കഴിയുന്നു. അപ്പം നമ്മുടെ അപ്പനെയും അമ്മയെയും നാം ബഹുമാനിക്കണം, അവരെ സ്നേഹിക്കണം. അവർക്ക് വേണ്ടുന്ന കരുതൽ യേശു കർത്താവ് തൻ്റെ മരണത്തോടടുക്കുന്ന ആ നാഴികയിൽ പോലും തൻ്റെ അമ്മയെ കരുതിയതുപോലെ നാം അവരെ കരുതുവാനും സ്നേഹിക്കുവാനും ഒക്കെയും ശ്രമിക്കണം. പ്രിയമുള്ളവരെ, ഈ യേശു കർത്താവിലാണ് നാം ആശ്രയിക്കുന്നതെങ്കിൽ അവൻ നമുക്കായി കരുതുക തന്നെ ചെയ്യും. യേശു കർത്താവിനെ പോലെ മറ്റുള്ളവർക്ക് വേണ്ടി കരുതാനും സ്നേഹിക്കാനും ഈ ദിവസങ്ങളിൽ ഈ മൊഴിധ്യാനത്തിലൂടെ ദൈവം നമ്മെ ഓരോരുത്തരെയും സഹായിക്കട്ടെ. പ്രാർത്ഥിക്കാം. സ്നേഹവാനും പരിശുദ്ധനുമായ നല്ല ദൈവമേ, സ്വർഗീയ നല്ല പിതാവേ, കർത്താവിൻ്റെ ക്രൂശിലെ മൊഴികളെക്കുറിച്ച് ചിന്തിക്കുന്ന ഈ ദിവസങ്ങളിൽ ദൈവമേ, അത് ഞങ്ങളുടെ ജീവിതത്തിൽ ഏറ്റവും അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. കർത്താവ്, ക്രൂശിൽ ഞങ്ങൾക്കായി മരിച്ചു, അടക്കപ്പെട്ടു, 3-ാം നാൾ ഉയർത്തെഴുന്നേറ്റ് ഇന്നും ജീവിക്കുന്ന യേശു കർത്താവിനെ വിശ്വസിക്കുവാനും കർത്താവിനെ സ്നേഹിക്കുവാനും അറിയുവാനും ഒക്കെയും ദൈവം ഒരുക്കി തന്ന നല്ല അവസരത്തെ ഓർത്ത് ദൈവത്തിന് സ്തോത്രം ചെയ്യുന്ന കർത്താവ്, യേശു കർത്താവിനെ പോലെ മറ്റുള്ളവരെ സ്നേഹിക്കുവാനും മറ്റുള്ളവരെ കരുതുവാനും സമയം തക്കത്തിന് ഉപയോഗിക്കുവാനും അന്ത്യത്തോളം വിശ്വസ്തയോടെ നിൽക്കുവാനും കുടുംബത്തിന് വേണ്ടതായ ഉത്തരവാദിത്വത്തോടുകൂടി ഇടപെടുവാനും ഒക്കെയും വേണ്ട കൃപ ദൈവമേ നീ ഞങ്ങളിൽ ഓരോരുത്തരിലും പകരണമേ എന്ന് അങ്ങയോട് പ്രാർത്ഥിക്കുന്നു. കർത്താവെ, ധ്യാന ചിന്തകളൊക്കെ ഞങ്ങളുടെ ജീവിതത്തിൽ അനുഗ്രഹമായി തീരുവാൻ കർത്താവ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. വർത്തമാന ശബ്ദ കൂട്ടായ്മയിൽ എല്ലാ പ്രിയപ്പെട്ടവരെയും ദിവകരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. പ്രാർത്ഥന കേട്ട നന്ദി. യേശു കർത്താവിൻ നാമത്തിൽ തന്നെ. ആമേൻ.